ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു 10 മാസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്നാണ് 2026 UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വരുന്നത്? 2026 ജനുവരി 14 തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി എന്നാണ് പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുന്നത്? മെയ് 24, 2026 മെയ് 24 തീയതിയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത്. മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 21 2026 ഓഗസ്റ്റ് 21 തീയതിയാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഡേറ്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഒന്നുകൂടി നോക്കാം. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 2026 ജനുവരി 14. പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 2026 മെയ് 24. മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 2026 ഓഗസ്റ്റ് 21. ഇനി എത്ര മാസമാണ് നമുക്കുള്ളത്? നമുക്ക് 10 മാസമാണുള്ളത്. 10 അല്ല 11 മാസമുണ്ട്. മെയ് നമ്മൾ കൂട്ടണില്ല. ഓക്കെ, അത് മെയ്യിലും 23 ദിവസം പഠിക്കാനായിട്ടുണ്ട്. ഇതിപ്പോ ജൂലൈ 5 ആയി. ഓക്കെ, ജൂലൈ 2025, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെ ജനുവരി 2026, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. പിന്നെ എന്താണ്? മെയ് 24 തീയതിയാണ് എക്സാം. ജൂലൈ തൊട്ട് ഏപ്രിൽ വരെ നമുക്ക് എത്ര ദിവസമുണ്ട്? 10 മാസം ടൈം ഉണ്ട് പഠിക്കാനായിട്ട്. നല്ല രീതിക്ക് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഇന്റേണൽ സെക്യൂരിറ്റി, എത്തിക്സ്, സിസാറ്റ്, കറണ്ട് അഫയേഴ്സ്, ഓപ്ഷണൽ. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കറണ്ട് അഫയേഴ്സും ഓപ്ഷണലും സിസാറ്റും എന്ത് ചെയ്യുക? ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ സിസാറ്റിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. 2 മാസത്തേക്കായിരിക്കും. 2 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിസാറ്റ് കവർ ചെയ്യും. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതുപോലെ തന്നെ എന്താണ് കോംപ്രഹെൻഷൻ. ഈ 3 പോർഷൻസും കംപ്ലീറ്റ് സിസാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 മാസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ്. ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്നുകൂടി സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്ററി, ഇന്ത്യൻ സൊസൈറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ജോഗ്രഫി, പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഇന്റേണൽ സെക്യൂരിറ്റി, എത്തിക്സ്. പിന്നെന്താണ്? സിസാറ്റ് ഉണ്ട്. അത് നമ്മുടെ പേപ്പർ 2 ആണ്. നല്ല രീതിക്ക് പഠിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഒരു 1.5 വർഷത്തെങ്കിലും എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഓപ്ഷനിലും കൂടെ പഠിച്ച് വെക്കുക. ഇനി UPSC CSC പ്രിലിംസ് നോക്കാം. പ്രിലിംസിൽ നമുക്ക് 2 പേപ്പറാണ് വരുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്നത് ഏതാണ്? സിസാറ്റ് ആണ്. അതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. അതായത് നമുക്ക് 33% മാർക്ക് മതി എന്തിന്? സിസാറ്റ് പാസ്സാവാനായിട്ട്. അതായത് 66 മാർക്ക്, 200-ൽ 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്താവും? നമ്മൾ സിസാറ്റ് ക്വാളിഫൈ ചെയ്യും. കൂടാതെ പ്രിലിംസിൽ നമുക്ക് എന്ത് പഠിക്കേണ്ട കാര്യമില്ല? എത്തിക്സ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി പ്രിലിംസിന്റെ കാര്യത്തിൽ പഠിക്കേണ്ട കാര്യം ഇല്ല. അത് മെയിൻസിലാണ് വരുന്നത്. ഓക്കെ, എത്തിക്സും വേൾഡ് ഹിസ്റ്ററി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി നമുക്ക് 10 മാസത്തെ സ്റ്റഡി ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ് 1, അതായത് ജൂലൈ മാസമാണ് ഫേസ് 1 ആയിട്ട് നമ്മൾ നോക്കുന്നത്. ജൂലൈ എന്ത് ചെയ്യുക? ഫൗണ്ടേഷൻ ബിൽഡിങ്ങിനും അതുപോലെ, അതായത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിനുള്ള ഫേസ് ആണ്. അതായത് എക്സാം നല്ല രീതിക്ക് മനസ്സിലാക്കാൻ, എക്സാമിന്റെ സ്റ്റേജസ്, പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ആ സബ്ജക്റ്റിന്റെ NCERT കൂടെ പഠിക്കേണ്ട ടൈം ആണ് ഇത് ഈ ജൂലൈ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫേസ് 1. ഫേസ് 1 ഏതാണ്? ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഓക്കെ, ഇനി അടുത്തതാണ് ഫേസ് 2. അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളെയാണ് നമ്മൾ ഫേസ് 2 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഫേസ് 2ൽ എന്ത് ചെയ്യുക? പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. അതുപോലെ തന്നെ എന്താണ്? മെയിൻസിന്റെ പ്രിപ്പറേഷനും കൂടെ ആ കൂട്ടത്തിൽ നടത്തുക. മെയിൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻസിന്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. ഇതും എന്ത് ചെയ്യുക? കൂട്ടത്തിൽ കൊണ്ടുപോവുക. ഓപ്ഷണൽ
പ്രിലിംസ് എക്സാമിനേഷന് മുന്നായിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷണൽ പേപ്പർ 1 എങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തിരിക്കുക, കവർ ചെയ്തിരിക്കുക. ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രിലിംസിന് ശേഷം മെയിൻസിന് മുന്നേ പേപ്പർ 2 കവർ ചെയ്താൽ മതി. അല്ല എങ്കിലും എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, പേപ്പർ 1 എങ്കിലും പ്രിലിംസിന്റെ കൂട്ടത്തിൽ, പ്രിലിംസ് എക്സാമിനേഷന് മുന്നേ എന്ത് ചെയ്യുക, ഓപ്ഷണലിന്റെ പേപ്പർ 1 എങ്കിലും കവർ ചെയ്തിരിക്കുക. ഇനി അടുത്തതാണ് ഫേസ് 3. ഫേസ് 3 എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ എന്ത് ചെയ്യുക, മെയിൻസിന്റെ പ്രിപ്പറേഷൻ നടത്തുക. അതുപോലെ എന്താണ് പ്രിലിംസിന്റെ റിവിഷനും കൂടെ നടത്തുക. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുക, എല്ലാം തന്നെ പ്രിലിംസ് കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഫേസ് 1 ഏതാണ്, ജൂലൈ മാസമാണ്. അത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഫേസ് ആണ്. എക്സാമിനെ നല്ല രീതിക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ NCERTs പഠിക്കുക. ഫേസ് 2 എന്ന് പറയുന്നത് ഏതാണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ എന്ത് ചെയ്യുക, പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ നടത്തുക. അതുപോലെ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോവുക. ഇനി ഫേസ് 3 എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. ഇവിടെയും മെയിൻസിന്റെ പ്രിപ്പറേഷനും പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റും ചെയ്യുക. മെയിൻസിന്റെ പ്രിപ്പറേഷൻ നടത്തുക. അതുപോലെ തന്നെ എന്താണ്, പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ്, നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നില്ല. ഇനി ഫേസ് 4, അതായത് 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ, എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള മാസങ്ങളാണ് മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. ഈ മാസത്തിൽ എന്താണ് ചെയ്യേണ്ടത്, പ്രിലിംസിന്റെ റിവിഷൻ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, പ്രിലിംസിന്റെ റിവിഷൻ നടത്തുക. പറ്റുന്ന പോലെ ആഴ്ചയിൽ ഒന്നെങ്കിലും എന്ത് ചെയ്യുക, ഓരോ മോക്ക് ടെസ്റ്റുകളും നടത്തി പോവുക. ഇതാണ് ഫേസ് 4 ചെയ്യേണ്ടത്. അതിനുശേഷം മെയ് 2026 നമുക്ക് എത്ര ദിവസമുണ്ട്, 23 ദിവസമുണ്ട്. 24-ാം തീയതിയാണ് എക്സാം വരുന്നത്. 23 ദിവസം മെയിലും ഉണ്ട്. ആ ഒരു ടൈമിൽ എന്ത് ചെയ്താൽ മതി, പ്രിലിംസിന്റെ റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ എന്താണ്, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എക്സാമിന് ഒരാഴ്ച മുന്നേ വരെ എന്ത് ചെയ്താൽ മതി, മോക്ക് ടെസ്റ്റുകൾ നടത്തിയാൽ മതി. അതിനുശേഷം ജസ്റ്റ് എന്താണ്, ഒരു ക്വിക്ക് റിവിഷനും കൂടി നടത്തിയിട്ട് എക്സാം എഴുതിയാൽ മതിയാവും. ഇനി എന്താണ്, എക്സാമിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെന്താണ്, സിസാറ്റിന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. സിസാറ്റിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ നോട്ട്സ് വേണമെന്നുള്ളവരോ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.